ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ശരീരത്തിൽ സോഡിയം കുറയുന്നതിന്റെയും കൂടുന്നതിന്റെയും കാരണങ്ങൾ. സോഡിയത്തിന്റെ ഏറ്റക്കുറച്ചിലുകളിൽ വില്ലൻ സ്ഥാനത്ത് വരുന്നത് ഉപ്പാണ്. സോഡിയം ക്ലോറൈഡ് എന്നീ രണ്ട് മൂലകങ്ങളുടെ സംയോജനമാണ് സോഡിയം ക്ലോറൈഡ് എന്ന ഉപ്പ്. അമിതമായ ഉപ്പിന്റെ ഉപയോഗം നമ്മെ രോഗത്തിലേക്ക് തള്ളിവിടുന്നു. മറ്റ് രോഗങ്ങൾ ഒന്നുമില്ലാത്തവർക്ക് ദിവസവും ഉപയോഗിക്കാവുന്ന ഉപ്പിന്റെ അളവ് 2.4 ഗ്രാം ആണ്. അതായത് വളരെ കുറച്ച് ഉപ്പ് മതി ഒരു ദിവസം. അധികമായി ശരീരത്തിൽ എത്തുന്ന ഉപ്പ് രക്താതിസമ്മർദ്ദത്തിനും സോഡിയം അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുമെന്ന് കഴിക്കുന്നതിന് മുമ്പ് ഓർക്കുക. നമ്മുടെ ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് വൈദ്യുത പ്രവാഹം നടക്കുന്നത് കോശങ്ങളിലെ ജലാംശം വഴിയാണ്. ശുദ്ധ ജലത്തിലൂടെ വൈദ്യുതി കടന്നു പോകാതായാൽ കോശങ്ങൾ സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളുടെ സഹായം സ്വീകരിക്കും. സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം എന്നിവയിൽ ഒന്നിന്റെ കൂടുതലോ കുറവോ കോശങ്ങളിലെ വൈദ്യുതി വിതരണത്തിൽ തടസ്സം സൃഷ്ടിക്കും. അത് ശരീരത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. ശരീരം പണിമുടക്കും. ശരീരത്തിലെ സോഡിയത്തിന്റെ സന്തുലനം നിലനിർത്തുന്നത് വൃക്ക, അഡ്രീനൽ ഗ്രന്ഥി, തലച്ചോറിലെ ഹൈപ്പോതലാമസ് നിലയിലാണ്. അതായത് ഈ 3 ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ തകരാറുകൊണ്ട് സോഡിയത്തിന്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടാം. നേരിയ തോതിൽ സോഡിയം കുറയുന്നതും ദീർഘകാലമായി സോഡിയം കുറയുന്നതും രോഗമുള്ളവരും പ്രത്യേക ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. മയക്കം, ഓക്കാനം, ശരീരത്തിലെ ബലഹീനത, തളർച്ച തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുതരമായ രീതിയിൽ സോഡിയം കുറഞ്ഞാൽ മാനസിക അസ്വാസ്ഥ്യം, ശ്രദ്ധക്കുറവ്, വിറയൽ, ബോധക്ഷയം എന്നിവയുണ്ടാകാം. ബോധക്ഷയം കൂടുതൽ സമയം നീണ്ടുനിന്നാൽ കോമയിലേക്ക് പോകാം. ഈ അവസ്ഥ മരണത്തിന് കാരണമായേക്കാം. ഇനി സോഡിയം കുറയാനുമുണ്ട് കാരണങ്ങൾ. വൃക്കരോഗം, കരൾ രോഗം, ന്യൂമോണിയ, ഗാസ്ട്രോ എൻറ്ററൈറ്റിസ്, ഹൈപ്പോതൈറോയിഡിസം, ശ്വാസകോശാർബുദം, ലിംഫോമ, പക്ഷാഘാതം, പലതരത്തിലുള്ള ട്യൂമറുകൾ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ സോഡിയം അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു. പ്രമേഹം, രക്താതിസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകളിൽ ചിലത് സോഡിയത്തിന്റെ അളവ് വ്യത്യാസം വരുത്താം. മരുന്ന് കഴിച്ചതിന് ശേഷം ശരീരത്തിന് ഉണ്ടാകുന്ന ബലക്കുറവ്, തലചുറ്റൽ, ബോധക്ഷയം, പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടൽ തുടങ്ങിയവ ശരീരത്തിൽ സോഡിയത്തിന്റെ അസന്തുലനം കൊണ്ട് സംഭവിക്കാവുന്നതാണ്. മാനസിക രോഗങ്ങൾക്ക് കഴിക്കുന്ന ആന്റി സൈക്കോട്ടിക് മരുന്നുകളും വേദനാ സംഹാരികളും സോഡിയം കുറയാൻ കാരണമാകുന്നു. മരുന്നുകൾ കഴിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ 2 ആഴ്ച നിർണായകമാണ്. പ്രമേഹം, രക്താതിസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് ഒരേ മരുന്ന് തന്നെ വർഷങ്ങളോളം കഴിക്കുന്നവരുണ്ട്. ഇത്തരക്കാരിൽ മരുന്നിന്റെ പാർശ്വഫലമായി സോഡിയം അസന്തുലനം ഉണ്ടാകും. പഴങ്ങളും പച്ചക്കറികളും സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും സ്വാഭാവിക ഉറവിടങ്ങളാണ്. അതുകൊണ്ട് പഴങ്ങളും പച്ചക്കറികളും ദിവസവും ആഹാരത്തിന്റെ ഭാഗമാക്കാൻ മറക്കരുത്. ഇനി ഇതിന്റെ ചികിത്സയെ കുറിച്ച്. നേരിയ തോതിലുള്ള സോഡിയം കുറവിന് ചികിത്സ വേണ്ടിവരില്ല. എന്നാൽ സോഡിയം 120-ൽ താഴെയാണെങ്കിൽ അത് ഗുരുതരമാണ്. ഡ്രിപ്പ് രൂപത്തിൽ വളരെ ശ്രദ്ധയോടെ മാത്രമേ ശരീരത്തിലേക്ക് സോഡിയം നൽകാവൂ. അല്ലാതെ നൽകിയാൽ അത് തലച്ചോറിനെ ബാധിക്കുന്ന ഗുരുതരമായ അവസ്ഥയുണ്ടാക്കും. സോഡിയം കൂടിയാലും പണി കിട്ടും. ജലാംശം കുറയുന്നത് ശരീരത്തിൽ സോഡിയം കൂടുന്നതിന് ഒരു കാരണമാണ്. ദാഹം അറിയാനുള്ള കഴിവ് കുറയുമ്പോഴും ശരീരത്തിൽ നിന്ന് അമിതമായി ജലാംശം നഷ്ടപ്പെടുമ്പോഴുമാണ് സോഡിയം കൂടുന്നത്. പ്രമേഹം അനിയന്ത്രിതമായി തുടരുന്നവരുടെയും മലബന്ധത്തിനും മൂത്രതടസ്സത്തിനും മറ്റും മരുന്ന് കഴിക്കുന്നവരുടെയും ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് ഉയർന്നു നിൽക്കുന്നു. സോഡിയം കൂടിയാലും കുറയുന്നതിന് സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് പ്രകടിപ്പിക്കുക. ഉപ്പിട്ട നാരങ്ങ വെള്ളവും കരിക്കും വെള്ളവും ദിവസവും കഴിക്കുക എന്നതാണ് സോഡിയം അസന്തുലനാവസ്ഥയ്ക്ക് പരിഹാരം. എന്നാൽ രക്താതിസമ്മർദ്ദമുള്ളവർ ഉപ്പിലിട്ട നാരങ്ങ വെള്ളം കുടിക്കുന്നതും വൃക്ക രോഗമുള്ളവർ കരിക്കിൻ വെള്ളം കുടിക്കുന്നതും ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച ശേഷം മതി. ഡിസ്ക്ലെയിമർ: ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് മാത്രമാണ്. പലതരം രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും അല്ലാത്തവരും ഒരു ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണലായ
ആരോഗ്യ വിദഗ്ധന്റെയോ ഉപദേശം സ്വീകരിച്ച ശേഷം ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.